ഹായ്. നീയല്ലേ ഇപ്പൊ അവിടെ ഇരുന്നിരുന്നേ? എവിടെ? സോഫയില്. ഓരോരോ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, ഓരോരോ വട്ട് പറയുന്നു. സംതിങ് ഫിഷി. വാ, ആ സിനിമേനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ ആ സംഭവത്തിനല്ലേ ഇപ്പൊ കുറ്റം പറഞ്ഞത്? ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പടം, ഇത്ര റിച്ച് വിഷ്വൽസ് ഒക്കെ ഉള്ള ഒരു പടം, ഇത് എനിക്ക് എങ്ങനെ തിയേറ്ററിൽ മിസ്സായി എന്നാണ് എനിക്കറിയാൻ പാടില്ലാത്തത്. തിയേറ്ററിൽ പോയവർക്കൊക്കെ എല്ലാം കിട്ടി, തൃപ്തിയായി. കണ്ടവർക്കൊന്നും ഒന്നും മനസ്സിലായില്ല, കുറെ റിപ്പീറ്റഡ് സീനുകളും. എങ്ങനെയൊക്കെ പടം എടുത്ത് വെക്കുന്നേ? ഇതൊരു ടൈം ലൂപ്പ് ജോണറിലുള്ള പടമല്ലേ, അപ്പം അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവില്ലേ. ഒരു ഫാമിലി മൂവി പറയുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് സ്പൂൺ ഫീഡ് ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. അതായത് ഒരു നിഗൂഢമായൊരു വനത്തിൽ പെട്ടുപോകുന്ന കുറച്ച് ആൾക്കാർ, അവരാ ലൂപ്പിൽ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാൾക്ക് മനസ്സിലാവുന്നു ഞാൻ ആ ലൂപ്പിലുള്ളതാണ്. പിന്നെ ആ പുള്ളി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും രക്ഷപ്പെടുന്നതും അതിൽ ഉള്ള പ്രതിസന്ധികളൊക്കെയാണ്. ശരിക്കും ഈ ഡാർക്ക് പോലുള്ള സീരീസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് സിനിമ പെട്ടെന്ന് കണക്റ്റ് ആവും. ബേസിക്കലി നമ്മൾ സിനിമ കാണാൻ പോകുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടല്ലേ. ഈ പടമൊക്കെ കണ്ടിറങ്ങുമ്പോൾ പ്രാന്ത് പിടിക്കും. അതുകൊണ്ടാണ് നാട്ടുകാരൊന്നും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാത്തത്. ഇതിലൊരു സസ്പെൻസ് എന്ന് പറയാനൊന്നുമില്ല, മുഴുവൻ ഒരു കൺഫ്യൂഷനാണ്. ഈ ഡാർക്കുമായിട്ടൊക്കെ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? ഡാർക്ക് എവിടെ കിടക്കുന്നു, ഈ സിനിമ എവിടെ കിടക്കുന്നു? ഡാർക്കിനോട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. ചില പോരായ്മകളും ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു ലോ ബഡ്ജറ്റ് സൈഫൈ പടമല്ലേ. മലയാളത്തിൽ ഇതൊരു സോളിഡ് അറ്റംപ്റ്റ് ആയിരിക്കും. മറ്റ് ബിഗ് കൊമേഴ്സ്യൽ ഫിലിമുകളായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇപ്പോൾ മലയാളത്തിൽ ചുരുളി അല്ലെങ്കിൽ എക്കോ പോലെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പരീക്ഷണ പടം. അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അസ്കർ അലിക്ക് പകരം ആസിഫ് അലി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഓഡിയൻസ് തിയേറ്ററിൽ വന്നാണ്. അസ്കർ അലി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഒരു സിനിമ കൺവിൻസിങ് ആവത്തേന് നടനെ കുറ്റം പറയേണ്ട ആവശ്യം എന്താണ്? വാഴ പോലൊരു സിനിമ ഹിറ്റായത് ഏത് സ്റ്റാർ വാല്യൂ ഉള്ള നടൻ അഭിനയിച്ചിട്ടാണ്? എന്നാലും ഫാമിലീസിനെ കുറേ പേര് അട്രാക്ട് ചെയ്യാൻ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടൻ വേണമല്ലോ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇതിലിപ്പോൾ ഒരു ലൂപ്പിൽ വിട്ടുപോണു. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കുറേ പേര് അതിൽ കിടന്ന് ചുറ്റിക്കറങ്ങുന്നു. ഇതിൻ്റെയൊക്കെ കാരണം മനസ്സിലാകുന്ന നായകന് മാത്രമാണ്. അതിലും ബുദ്ധിയുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. അതോ അവരൊക്കെ പൊട്ടന്മാരാണോ? പിന്നെ ഇതിൽ സിദ്ധാർത്ഥ് ഭരതൻ്റെ ക്യാരക്ടർ, അയാൾക്ക് എല്ലാം അറിയാം. അയാൾക്കത് സോൾവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ എന്നിട്ടും ഇത് നായകനോട് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് സംഭവിച്ച കാര്യങ്ങൾ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ സംഭവിച്ച കാര്യങ്ങളിൽ വേണമെങ്കിൽ മൂന്നാമതൊരാൾക്ക് കയറി ഇടപെടാം എന്നുള്ളതാണ് ടൈം ലൂപ്പിൻ്റെയും ടൈം മെഷീൻ്റെയും ഒക്കെ ഒരു തത്വമായിട്ട് പറയപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കും സിദ്ധാർത്ഥ് ഭരതൻ ഈ ആനന്ദിനോട് ഇക്കാര്യം വന്ന് പറയുന്നത്. ചിലപ്പോൾ അയാൾ വേറെ ആരോടെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ആ ലൂപ്പിലുള്ളത് ഒരു 1500, 1960, 1994, 2024, പിന്നെ 2044 വരെയുള്ള ആൾക്കാരാണ് ആ ലൂപ്പിൽ കിടന്ന് കറങ്ങുന്നത്. അവരിൽ ആരോടെങ്കിലുമൊക്കെ ഇയാൾ കാണുന്ന സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവരത് മനസ്സിലാക്കാൻ ചിലപ്പോൾ തയ്യാറായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ആനന്ദിന് മനസ്സിലായ പോലെ മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെയും പറ്റാലോ. പക്ഷെ ഇത് റിപ്പീറ്റേഷൻ ആണെന്ന് എന്താണ് ബാക്കി ആർക്കും മനസ്സിലാവാത്തത്? നായകന് മാത്രമേ ഇത് മനസ്സിലാവുന്നുള്ളൂ. വേറെ ആൾക്കാർ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ലെന്ന് പറഞ്ഞാൽ കൺവിൻസിങ് അല്ലല്ലോ. അതിപ്പോൾ ചില ആൾക്കാർ ചില കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന രീതി വേറെയല്ലേ. ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കുന്ന വേറെ രീതിയിലായിരിക്കില്ലേ. ആനന്ദിന് മാത്രമായിരിക്കും ആ സംഭവം അതൊരു ലൂപ്പാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുക. അങ്ങനെ ആവാം. പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആണെന്ന് നായകനല്ലാതെ വേറെ ആർക്കും മനസ്സിലാകുന്നില്ല. എന്താ അങ്ങനെ? എനിക്ക് തോന്നുന്നത് റിപ്പീറ്റേഷൻ ആണെന്ന് വേറെ പലർക്കും മനസ്സിലാവുന്നുണ്ടെന്നാണ്. എക്സാമ്പിളായിട്ട് ആ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന കുറ്റവാളികളുണ്ടല്ലോ, അവർക്ക് രക്ഷപ്പെട്ട ആ കാട്ടിൽ തന്നെ തുടരാമെന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണല്ലോ. അതുകൊണ്ടായിരിക്കും അവർ പലരെ ആക്രമിക്കുന്നതും അവിടെ തന്നെ തുടരുന്നതും. പിന്നെ ആ ലാസ്റ്റ് ക്ലൈമാക്സിൽ വരുന്ന പോർച്ചുഗീസുകാരൻ, പുള്ളിയുടെ ചിരി കണ്ടിട്ട് പുള്ളിക്ക് എന്തോ അറിയാവുന്ന പോലെ ഇല്ലേ. ചിലപ്പോൾ രണ്ടാമത്തെ അധ്യായം വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവുമായിരിക്കും. പീറ്ററിൻ്റെ കാര്യത്തിലും ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. 1994 നിന്ന് 2024 എത്തുന്ന പീറ്റർ ഒരു ശാരീരികമായ ഒരു മാറ്റങ്ങൾ സ്റ്റിൽ യങ്ങായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഭാര്യയുടെ മക്കളൊക്കെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുന്നത്. ഇനി 94 സ്റ്റീഫനെ ആനന്ദ് കാണുന്നത് മറ്റേ ഹസ്തി കൂടായിട്ടാണ്. അതിനൊരു പ്രശ്നമില്ലേ? അത് സ്റ്റീഫൻ പുറത്തേക്ക് വരുന്ന സമയത്തിൻ്റെ ഒരു പ്രശ്നമാണ്. പുള്ളി 1994 ലൂപ്പിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിന്ന് പുള്ളി 2024 വരുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. നാട്ടുകാർക്കും പോലീസിനൊക്കെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. പുള്ളി അങ്ങായി തന്നെ തുടർന്നു.
പക്ഷേ ഇതിൽ തന്നെ അതിലൊരു ക്ലാരിഫിക്കേഷൻ തരുന്നുണ്ട്. ഇപ്പോൾ 1994 സ്റ്റീഫനെയും പീറ്ററിനെയും ആനന്ദ് ഒരു കാറിൽ കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളും വരുമോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നത് എനിക്ക് വരാനുള്ള സമയമായിട്ടില്ല എന്നാണ്. അതായത് ആ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ആനന്ദിനറിയാം, കൺഫ്യൂഷൻസ് ഉണ്ടാവുമെന്ന്. പക്ഷെ പീറ്ററിന് അത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് അയാൾ ആ സമയത്ത് പുറത്തേക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. വാട്ടെവർ, പക്ഷെ സിനിമ കണ്ടവർക്ക് എന്തായാലും ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. പിന്നെ ആ കാക്കയുടെ പ്രതിമ ഒരു സ്കെയറി ഫീലൊക്കെ തരുന്നുണ്ടെങ്കിലും ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതിമ നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു മിസ്മാച്ചിങ് ആയിട്ടുള്ള കാര്യമല്ലേ. പിന്നെ ആനന്ദ് പറയുന്നുണ്ട് ഏത് ദിശയിൽ കൂടെ പോയാലും പുറത്തിറങ്ങുന്ന. അങ്ങനെ ആരാ ആനന്ദിനോട് പറഞ്ഞത്? അതിലൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ. പിന്നെ ആനന്ദിൻ്റെ മകൾ ഉപയോഗിക്കുന്ന, അത് 2044 ഉപയോഗിക്കുന്ന ഐഫോണ്, അതൊക്കെ പ്രശ്നമല്ല. അതൊക്കെ എങ്ങനെയാണ് മാച്ചിങ് ആവുന്നത്? പടം പെർഫെക്റ്റ് ആണെന്നൊന്നുമല്ല പറഞ്ഞത്, പക്ഷെ ആ ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു നല്ല ഫീലായിരിക്കും തരുന്നത്. കാക്കയുടെ പ്രതിമ ശരിയാണ്, ആ സമയത്ത് അതുപോലൊരു പ്രതിമ ഉണ്ടാവുമെന്ന് പറയുന്നത് അത് ഇത്തിരി മിസ്മാച്ചാണ്. പക്ഷെ ആ സിനിമയിൽ കുറേ ഹൈ മൊമെൻറ്റ്സ് ഉണ്ട്. അതായത് ആ കാക്കയുടെ പ്രതിമ കാണുന്ന ആ സമയത്തുള്ളൊരു ഫീലില്ലേ, ഒരു ഭയാനകമായൊരു ഫീലിംഗ്. പിന്നെ സമയം ഇപ്പോൾ 2024 ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 1994 ഒരാളോടാണെന്ന് അറിയുമ്പോഴുള്ള ഒരു ഫീലിംഗ്. പിന്നെ മരിച്ചുപോയ പോലീസുകാരൻ ആരാണെന്ന് അറിയുമ്പോഴുള്ളൊരു ഹൈ മൊമെൻറ്റ്സ്. അങ്ങനെ ലോട്ട് ഓഫ് ഹൈ മൊമെൻറ്റ്സ് ആണ് പടത്തിലുള്ളത്. അതൊക്കെ വെറുതല്ലേ. പിന്നെ സിനിമയിലെ പല സീനുകൾ നമ്മൾ കണ്ടു പറഞ്ഞ സീനുകളാണ്. ജീപ്പിൽ പോകുമ്പോൾ തെറി പറയുന്നതൊക്കെ ചുരുളിയിൽ അതേപോലെ എടുത്തു വെച്ചേക്കുന്നതല്ലേ. പിന്നെ വിനീത് കുമാറിൻ്റെ ക്യാരക്ടറിന് കുറച്ചും കൂടി ബിൽഡപ്പ് കൊടുക്കായിരുന്നു. ഇനി 1500 ലൂപ്പിലേക്ക് ആരും പോകുന്നില്ലല്ലോ, പോർച്ചുഗീസുകാരി വരെ മാത്രമേ ഉള്ളൂ. പണ്ട് പോർച്ചുഗീസുകാരുടെ കാലത്ത് ജീവിച്ചിരുന്നു പറഞ്ഞ സിദ്ധാർത്ഥ് ഭരതൻ്റെ ഡ്രസ്സൊക്കെ കണ്ട ഒരു മാച്ചിങ് ഇല്ല. അത് പിന്നെ പുള്ളി ഏതെങ്കിലും ലൂപ്പിൽ കയറി മോഷ്ടിച്ചാന്നൊക്കെ പറയാം. അതൊക്കെ പോട്ടെ, ചില പ്രത്യേക സീരീസുകളും സിനിമകളൊന്നും കണ്ടവർക്ക് മാത്രമാണ് ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതെന്നാ പോസ്റ്ററിൽ എഴുതി വെക്കണമായിരുന്നു, ഡാർക്ക് കണ്ടവർ മാത്രം വരിക എന്നൊക്കെ. അങ്ങനെ ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ ടൈം ലൂപ്പ്, ടൈം മെഷീൻ എന്നൊക്കെ പറയുന്നത് മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മഹാഭാരതം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഒരു ലൂപ്പാണെന്നാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ തുടക്കം പറയുമ്പോൾ ശന്തനുവിൻ്റെ മകൻ വിചിത്രവീരിൻ്റെ മകൻ പാണ്ഡുവിൻ്റെ മകൻ അർജുനൻ്റെ മകൻ പരീക്ഷിത്ത്, പിന്നെ ജനമേജയൻ്റെ മകൻ ഭീമസേനൻ രണ്ടാമൻ്റെ മകനാണ് പ്രദീപൻ്റെ മകനാണ് ശന്തനു. അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും റിപ്പീറ്റ്. സോ ഇറ്റ്സ് എ ലൂപ്പ്. അതായത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സമയം ലീനിയർ അല്ല, അത് ചാക്രികമാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ കൃത്യമായ കാലഘട്ടത്തിൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം ഒക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നാണ് ഹൈന്ദവ വിശ്വാസം. അതായത് ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ എപ്പോഴും മഹാഭാരത യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതായത് സിനിമയിൽ മാത്രമല്ല, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ രണ്ടുപേരും ഏതോ ഒരു ലൂപ്പിൽ കിടന്ന് കറങ്ങാണെന്ന് വേണം പറയാൻ. എന്നാൽ ഇവിടെ കിടന്ന് ലൂപ്പിൽ കിടന്ന് കറങ്ങി ചായയുടെ ഗ്ലാസും കൂടെ കിടന്ന് കഴിച്ചേക്കണേ. ശരി.